അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചാക്യാർകൂത്ത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലില് ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഹൈ ആരാ, എന്താ പേര്, സരസൻ, എവിടെയാ വീട്, കുന്നംകുളം. ഹൈ കുന്നംകുളം എന്ന് പറയണ അറിയണ സ്ഥലമാണല്ലോ, എത്ര വർഷമായി ദുബായിലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരോട് സംസാരിച്ചിട്ട് അങ്ങനെ എല്ലാവരോടും മിങ്കിൾ ചെയ്തിട്ട് അവരോട്. അപ്പോൾ അന്നത് ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം അന്ന് ഈ ചാനലിൻ്റെ അതിപ്രസരമില്ല. അപ്പോൾ ഇത് കാണുന്നവർക്ക്, ഈ നാട്ടിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ. ഓ ഇതേ നമ്മുടെ കുടുംബം, ഒരു ഫാമിലി ഉണ്ടാവും. എല്ലാവരെയും ഞാൻ വിളിച്ചിട്ട് മക്കളെ ഇങ്ങോട്ട് വരിക, എല്ലാവരും അടുത്ത് നിൽക്കുക, ഈ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചേർത്ത് നിർത്തിയിട്ട് സംസാരിച്ച് നമ്മുടെ കേരളത്തിൻ്റെ കാര്യമൊക്കെ പറയുന്ന ഒരു സംഭവം. അത് ഭയങ്കര രസമായിരുന്നു. അത് അന്ന് ചാക്യാർ, ജോയി ആലുക്കാസ് വിത്ത് ചാക്യാർ ഭയങ്കര ഹിറ്റായിരുന്നു. അവിടെ നിന്നാണ് ഒരു ശരിക്കും ഞാൻ ഈ ചാക്യാരും കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ ക്രോണിക് ബാച്ചിലിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീടും. അപ്പോൾ ഒരു ദിവസം ഞാൻ മഹാരാജ് കോടതിയുടെ അവിടെ ഒരു വർക്ക് നടക്കുമ്പോൾ ഞാൻ ലൊക്കേഷനിൽ ചുമ്മാ ചെന്നതാണ്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ഞാൻ കാണാറുണ്ടതാ കൊള്ളാം. അപ്പോൾ ഞാൻ അടുത്തേക്ക് അല്ല ചാക്യാരി ഞാൻ കാണാറുണ്ട് കൊള്ളാമെന്നു, നല്ലതാ, നമുക്ക് കൈരളിയിൽ വല്ലതും ചെയ്യാൻ പറ്റൂടാവേ. ഞാൻ പറഞ്ഞു കൈരളിയിൽ ഇപ്പോൾ ഒരു സാധനം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പുള്ളുവും പാട്ട് വെച്ചിട്ട് നമുക്ക് ഈ മുൻഷിയൊക്കെ ചെയ്യണ ഒരു സാധനം ചെയ്താലോ, അത് രസമായിരിക്കും. അതെങ്ങനെയാണ്? അപ്പം ഇനിയും APCC പ്രസിഡന്റ് പറഞ്ഞത് കേട്ടാം, VD സതീശൻ രാഹുൽ കൂട്ടത്തിനുമായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കറണ്ട് അഫെയർ സാധനം ഇങ്ങനെ ചെയ്താൽ ഓക്കെ അത് കൊള്ളാം. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, വിട്ടാസിനെ വിളിച്ചിട്ട് ഞാനൊന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് അതെന്തോ നടന്നില്ല സാധനം. ഒരു ചെറിയ കലാകാരനെ നോട്ട് ചെയ്യുന്നൊരു വലിയ മനുഷ്യനാണ്. അതാണ് ഇപ്പോഴും ഇക്കണ്ടില്ലേ എന്തൊക്കെയായാലും നമ്മൾ ഇപ്പോഴും ഓർക്കുക. ഞാൻ ഈ ചോറ്റാനിക്കര അമ്പലത്തിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് ആൻഡോ യൂസഫ് സാർ എന്നെ വിളിച്ചിട്ട് വേറൊരു കാര്യത്തിന് സാറിനെ വിളിക്കണേ. ആൻഡോ യൂസഫ് സാറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയുണ്ട്? അപ്പോൾ ഞാനും രമേഷ് പിഷാരിയുടെയൊക്കെ ഇപ്പോൾ മദ്രാസിലുണ്ട്, സാറിൻ്റെ അടുത്തുണ്ടെന്ന്. പേരും നാളും മമ്മൂക്ക വിശാഖം, മുഹമ്മദ് കുട്ടി വിശാഖം. ഞാൻ ചോറ്റാനിക്കര കംപ്ലീറ്റ്. അപ്പോൾ എനിക്ക് ആൻഡോ യൂസഫ് ഗൂഗിൾ പേ പൈസയൊക്കെ അയച്ചു തന്നെ ഞാൻ കംപ്ലീറ്റ് വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിച്ചു. ഉഗ്രൻ റിസൾട്ടും കിട്ടിയിടും. അതാണ് ഏറ്റവും വലുത്. ഇത് പ്രാർത്ഥിച്ചിട്ട് നട തുറന്ന് അപ്പോൾ ഞാൻ ഒരു മേൽശാന്തി ഒരു ഉഗ്രൻ തിരിച്ചു വരവായിരിക്കും മമ്മൂക്കിനി. കണ്ടോ പാട്ട് വരെ നിന്നില്ലേ ഇവിടെ. അത് ഞാൻ ചോറ്റാനിക്കുമ്പോഴത്ത് കംപ്ലീറ്റ് അന്നത്തെ ദിവസം ഞാൻ ആൻഡോ ചേട്ടനെ വിളിച്ചു പറഞ്ഞു കംപ്ലീറ്റ് വഴിപാടും മുഹമ്മദ് കുട്ടി വിശാഖ നക്ഷത്രം. അപ്പം അദ്ദേഹം അതാണ് ചെറിയ കലാകാരന്മാരെ വരെ നമ്മൾ പോയിന്റിൽ നിന്ന് മാറിയിട്ടില്ല, ചെറിയ കലാകാരന്മാരെ വരെ ഓർത്തിരിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളാണ്, അവർക്ക് അവസരം കൊടുക്കുന്ന ഒരാളാണ് മമ്മൂക്ക. ചേട്ടൻ നേരത്തെ മോന്റെ കാര്യം പറഞ്ഞു, പിന്നെ വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? ചേച്ചി ഞങ്ങൾ വരുന്നത് അറിഞ്ഞ് ഇവിടുന്ന് ആദ്യം തന്നെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടു. അല്ല മോനുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട് വീട്ടിൽ നിന്ന്? ചേച്ചി ഇല്ലാണ്ട് മോനുണ്ടാവില്ലല്ലോ. ഞാൻ വിചാരിച്ച അച്ഛൻ അമ്മ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ വീട് വടക്കം പറവൂരാണ്, പറവൂർ കൈതല. എന്റെ അച്ഛനും അമ്മയും മരിച്ചു. എന്റെ അച്ഛൻ്റെ ഒരു അയ്യപ്പൻ എന്നാണ്. നമ്മൾ ആ ഇന്റർവ്യൂവിൽ ആദ്യം പറഞ്ഞു. അമ്മയുടെ ഒരു പുഷ്പവല്ലി. ഞങ്ങൾ 5 മക്കളാണ്, 4 ആണും ഒരു പെണ്ണും. അച്ഛൻ അക്കാര്യത്തിലൊക്കെ ഭയങ്കര ബിരുദനായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് അവർ രണ്ടുപേരും ഇല്ല. ഞങ്ങൾ സഹോദരങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നു. ഇപ്പം ഞാൻ താമസിക്കുന്നത് പനങ്ങാടാണ്. പനങ്ങാട് വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പണ്ടൊക്കെ ഭയങ്കര ഒരു പനങ്ങാടെന്ന് പറഞ്ഞാൽ ആൾക്കാർ പേടിക്കും. പക്ഷെ ഇപ്പൊ പനങ്ങാടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് സ്നേഹമാണ്. ഒരുപാട് സെലിബ്രിറ്റീസ്, സച്ചിൻ ടെണ്ടുൽക്കർ വരെ ഈ അടുത്താണ് താമസിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട് ഒരു വില്ലേജ് സച്ചിൻ. അപ്പോൾ സച്ചിൻ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ താമസിക്കുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ പനങ്ങാട് ഭയങ്കര ഫേമസ് ആണ്. അവിടെ എൻ്റെ വൈഫിനോട് 4 സെന്റ് സ്ഥലമുണ്ട്. അതെന്ന് പറയാം കൊല്ലങ്ങട്. അപ്പൊ അങ്ങനെ സച്ചിൻ, അയ്യോ പറഞ്ഞു മാറിപ്പോയി. രേഷ്മയുടെ വൈഫിന്റെ പേരാ പറയേണ്ടത്, അച്ഛനായി പോയി ഭണ്ഡാരം. അപ്പൊ രേഷ്മ ബാലകൃഷ്ണൻ എന്നാണ് അവളുടെ പേര്. അയാളുടെ അവര് വീട് പനങ്ങാട് തന്നെയാണ്. അച്ഛൻ ബാലകൃഷ്ണൻ, അവളുടെ അച്ഛൻ ബാലകൃഷ്ണൻ, ആശ. അവർക്കൊരു സഹോദരനുണ്ട് രംഗീത്. അങ്ങനെ അവരുടെ കുടുംബം ഞങ്ങളിവിടെ താമസിക്കുന്നു. ഞാനും രേഷ്മയും വസൂട്ടനും. വസൂട്ടൻ മിസ് വസുദേവ്. പുള്ളി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കേന്ദ്രീയ വിദ്യാലയം പഠിക്കുന്നു. ഫോർട്ട്. നമ്മൾ പുതിയ സിനിമകളെ കുറിച്ച് പറഞ്ഞു, ടിക്കിടാക്ക പറഞ്ഞു, അഖിൽ സത്യന്റെ സിനിമ പറഞ്ഞു. വേറെ എന്തൊക്കെയാണ് ഇനി റിലീസിന് കാത്തിരിക്കുന്നത്? ഇനി ഒരു പടം കൂടി ഉണ്ട്, മറ്റേ പാവാടയൊക്കെ ചെയ്തില്ലേ ഇവിടെ മാർത്താണ്ഡൻ. പുള്ളിയുടെ ഓട്ടം തുള്ളുന്ന സിനിമ, വിഷ്ണു ഉണ്ണികൃഷ്ണ വിജയരാഘവൻ. നല്ല രസമാണ്, നല്ല മൂവി, ഉഗ്ര മൂവിയാണ്. അതിപ്പോൾ ഒക്ടോബർ റിലീസാണ്. രസമുള്ള സാധനമാണ് ഓട്ടം തുള്ളൽ. ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോൾ ഓട്ടം തുള്ളലുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഉഗ്ര സാധനമാണ്.
അസലായിട്ടുള്ള പടമാണ്, നല്ല തിരക്കഥ. ഓക്കെ, അപ്പൊ അതാണ് ബിനു തൃക്കാക്കരയാണ് തിരക്കഥ. നല്ല രസമായിട്ടുള്ള പടമാണ്. സോ ചേട്ടൻ നമ്മളിപ്പോ കുറെ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ ചേട്ടന്റെ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സുകൾ ഏതൊക്കെയാണ്? ഇനി വരാൻ പോകുന്നത് ചോറ്റാനിക്കര ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അഭിലാഷ് പിള്ളയുടെ കഥയിൽ നമ്മുടെ കഥ പറയുമ്പോൾ സിനിമ ചെയ്തില്ലേ മോഹൻ സാറാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. പടത്തിൻ്റെ ഒരു പ്രത്യേകത തീർത്തും ഒരു മാളികപ്പുറം പോലെ, അല്ലെങ്കിൽ ഒരു ഭക്തി മാളികപ്പുറം പോലെ തന്നെ പൂർണ്ണമായിട്ടും ചോറ്റാനിക്കരമ്മനെ ബേസ് ചെയ്തിട്ടല്ല. പക്ഷേ എന്നാൽ ചോറ്റാനിക്കരമ്മയുടെ ഐതിഹ്യമുണ്ട്. അങ്ങനത്തെ ഒരു ബ്രഹ്മാണ്ഡ പടം. ഗോപാലൻ സാറാണ് അതിൻ്റെ പ്രൊഡ്യൂസിങ്. ബാക്കി കാസ്റ്റിംഗ് ഒക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത അത് ഞാൻ ദേവസ്വം ബോർഡ് ജീവനക്കാരനായിട്ട് അഭിനയിക്കുന്നത്. അതായത് അനിയപ്പൻ ആ ടായൊക്കെ നോക്കിയിട്ട് വഴി 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 നടക്കോ മാറോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്യാരക്ടർ തന്നെ. അമ്പലത്തിൽ ഇപ്പൊ ഞാൻ എന്താണോ ചെയ്യണേ, പുഷ്പാഞ്ജലി. പേരെന്താ? ശ്രീനിധി. നക്ഷത്രം? അത്തം ചിത്ര മൂലം. കുഴപ്പമില്ല. അത്തം ചിത്ര മൂലമാണോ? അല്ല, അത്തം ചിത്ര ചോതി വിശാഖമനെന്ന് കേട്ട. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര സന്തോഷം. അപ്പൊ അനിയപ്പനായിട്ട് തന്നെ വന്ന് ആയാലും നമ്മള് എന്തൊക്കെയായാലും എൻ്റെ തലമുറകൾക്ക് വരുന്നവർക്കൊക്കെ എന്നെ ഓർത്തു വെക്കാലോ. ഞാൻ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ദേവസ്വം ബോർഡിലായിരുന്നു, സിനിമയിലായിരുന്നു, ചോറ്റാനിക്കരയിലെ അനിയപ്പൻ എന്നൊക്കെ പറയുന്ന ഓർത്തു വെക്കുക. അങ്ങനെ ഒരു വലിയ ഒരു സംഭവമാണ്. അതിനുവേണ്ടി അതിൻ്റെ ആകാംക്ഷയിലാണ് ഞാൻ. ആ ക്യാരക്ടർ എങ്ങനെയാണ്, എന്താണ്. അഭിലാഷനോട് ഇപ്പോഴും കഥ പറയാനില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചേട്ടനായിട്ട് തന്നെയാണ്, അനിയപ്പനായിട്ട് തന്നെ പറയണേ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതൊരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയാണ് ചോറ്റാനിക്കര ലക്ഷ്മിക്കുട്ടി. ചോറ്റാനിക്കര എന്ന സിനിമ നേരത്തെ വന്നു പോയതാണ്. പക്ഷേ ഈ സിനിമ ഇത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സിനിമയായിരിക്കും. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണല്ലോ അമ്പലത്തിൽ ജോലി കിട്ടി ആ ഒരു വഴിയിലേക്ക് പോകുന്നത്. അപ്പം എഴുതാനൊക്കെ ഇരിക്കുമല്ലോ അമ്പലത്തിൽ. ഇപ്പൊ പറഞ്ഞല്ലോ പേര് നാളും ഒക്കെ എഴുതുന്നു. അപ്പം ക്യൂവിൽ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ പേരും നാളും ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് ചേട്ടനെ നോക്കുമ്പോൾ ആ അനിയപ്പൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ കോമഡി ഞാൻ പല ദിക്കിലും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടൊന്ന് പറയാം. അതായത് അമ്പലത്തിൽ നടകാവലായിട്ട് ഞാൻ ജോലി ചെയ്യും. ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ തൊഴുതു മാറൂ എന്നൊക്കെ പറഞ്ഞ് നടക്കൽ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തൊഴുതു വരാം. അമ്മേ ഭഗവതി ഭഗവതി കാത്തോളണേ അമ്മേ. അപ്പം ഇങ്ങനെ ഇത് സംഭവം മനസ്സിലായില്ലേ? ഒരു ചേച്ചി ഇങ്ങനെ തൊഴുത് നടക്കൽ വന്നിട്ട് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ അമ്മയെ എന്നെ നോക്കിയിട്ട് അമ്മനെ കാണാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളെയും കൂടി കാണാനാണ് വന്നേന്ന്. സത്യം എൻ്റെ ചോറ്റാനുഗ്രഹം സത്യം. എനിക്കത് വാക്കുകളില്ല പറയാനായിട്ട്. എൻ്റെ ഭഗവത് സത്യം എന്നോട് പറഞ്ഞ വാക്കാ അത്. അപ്പം ഞാൻ തിരിഞ്ഞങ്ങനെ അമ്മനൊന്ന് നോക്കി ഇങ്ങനെ എൻ്റെ പൊന്ന് ദേവി എന്നുള്ളത് അതാണ്. അപ്പം ചിലവരിങ്ങനെ ഒരു സംഭവം ഉണ്ടായി തൊഴുതുകൊണ്ട് തന്നെ ആളെ ഇങ്ങനെ. ഇപ്പം മേൽശാന്തി പുതിയ മേൽശാന്തിയാണ്. കുടിയൻ എന്ന് പറയുന്നുണ്ട്. ദേ കുടിയൻ നിൽക്കണം തൊഴുതുകൊണ്ട് പിന്നെ ഒരു കുടിയൻ നിൽക്കണം കണ്ട കുടിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മേൽശാന്തി വിചാരിച്ചു നടകാവല് കുടിച്ചിട്ടാണ് നിൽക്കണേന്ന്. മനസ്സിലായ? മേൽശാന്തി വേഗം പതുക്കെ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ചിട്ട് പറഞ്ഞു അതേ നടക്കൽ നിൽക്കുന്ന ആൾ കുടിച്ചിട്ടാണ് നിൽക്കണേന്നൊരു. അപ്പം എന്താ കാര്യം, വന്നവരൊക്കെ കുടിയൻ എന്ന് പറയുന്നുണ്ടെന്ന്. അപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ അത് പുള്ളി സിനിമാടനാണ്, പുള്ളി ക്രോണിക് പാച്ചിൽ ഒരു കള്ളുകുടിയൻ്റെ വേഷം ചെയ്തു. അതുകൊണ്ടാണ് ഇതൊക്കെ റിയൽ നടന്ന കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ദേവസ്വം ഓർമ്മകൾ ഒരുപാടുണ്ട്. പക്ഷെ അത് ഭയങ്കര സന്തോഷം ആൾക്കാർക്ക് കാണുമ്പോഴൊക്കെ. ഞാനാണെങ്കിലും എല്ലാവരോടും ഭയങ്കര വന്നവരോടൊക്കെ ഈ ഷാളിട്ടാണ് നിൽക്കണമെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കാനാണെങ്കിൽ എല്ലാവരും. പിന്നെ നമ്മൾ അമ്മയുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നു ഇന്ന നടനാണ് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ശ്രീനിധി. ചേട്ടൻ്റെ ഈ ലുക്ക് കണ്ടപ്പോഴേ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഒരു സൈക്കോ വില്ലൻ ലുക്കൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ക്യാരക്ടറൊക്കെ വർക്കാവില്ലേ ഈ ലുക്കിന്? അല്ല, അത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. നമ്മളെന്നും ഈ ഹ്യൂമർ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലും ചില ടിക്കിട്ടാക്കിയ ചില ലുക്കുകൾ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചേട്ടാ ഞാനിങ്ങനെ ഒരു സൈക്കോ സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്, 4 മണിക്ക് സ്കൂൾ വിടും, അങ്ങനത്തെ ഒരു കഥ പറഞ്ഞിട്ട്. അപ്പോൾ അതായത് അവിടെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷെ പുള്ളി കുറച്ച് കുട്ടികളെ ഇങ്ങനെ ഇങ്ങനെ പീഡിപ്പിക്കുക ഇങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ചേട്ടൻ്റെ ഫിഗർ ഭയങ്കരമാണെന്നൊക്കെ പണ്ട്. അപ്പം എന്നോട് കുറച്ച് പേരെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് ശരിയാണ്, എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് വരാൻ പോകുന്നൊരു സാധനം തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ കഥ. അതൊക്കെ അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഹ്യൂമറിൽ നിന്ന് മാറ്റി കുറച്ച് ചേഞ്ച് ചെയ്യുക. എപ്പോഴും ഹ്യൂമർ തന്നെ ഇഷ്ടം,
എന്നാലും ചില ലുക്കുകൾ കൊണ്ട് നമുക്ക് അങ്ങനെ ആസ് ആൻ ആക്ടർ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ എല്ലാം.